അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നാം ഇന്ന് വലിയ സന്തോഷത്തിലും നിർഭയത്വത്തോടു കൂടിയാണ് ഈ ഒരു ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതേസമയം തന്നെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ അധിവസിക്കുന്ന മനുഷ്യർക്കിടയിൽ വ്യത്യസ്തങ്ങളായ മാരാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ എത്തിയാൽ പൊന്താത്തത്ര ഭാരമേറിയ കടബാധ്യതകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കപ്പെടാത്ത എത്രയോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവരുടെ വേദനകൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയവർ, കുടുംബത്തിൽ ഒറ്റപ്പെട്ടവർ, അകന്നുപോയവർ, ആ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടും താൻ ആഗ്രഹിച്ച രൂപത്തിലുള്ള ഒരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന, മനസ്സ് തകർന്നുപോയ എത്രയോ സഹോദരങ്ങളെ നമുക്കിടയിൽ കണ്ടെത്താൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാനിനി എന്ത് ചെയ്യും എന്ന ചോദ്യം. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പ്രയാസത്തിന്റെ, ദുഃഖത്തിന്റെ നെറുപ്പേടുകളിലൂടെ, അശാന്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ സഹോദരങ്ങൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള താക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ ക്ഷമ കൈവരിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു നമ്മുടെ സഹോദരങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് അല്ലാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, വേദനകളിലൂടെ, മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ചോദിച്ച ചോദ്യം, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാണ്. എങ്കിൽ അത്തരത്തിലുള്ള എല്ലാവിധ ചോദ്യങ്ങളെയും ഉടമപ്പെടുത്തുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് നിങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടോ, കുടുംബപരമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ, ജോലി സംബന്ധമായ മഹീഷത്തുമായ കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മൾ, അശാന്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മൾ. എങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ, ശാന്തമായ നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ തഖ്വയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നത് ആരാണോ, അത്തരത്തിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള എളുപ്പമായ ഒരു മാർഗം, ഒരു പോംവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു വഴി നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമളാനിന്റെ രാപ്പകലുകളിലൂടെ, തറാവീഹ് നിസ്കാരത്തിലൂടെ ഖുർആൻ പാരായണങ്ങൾ വർദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്തിഗ്ഫാറുകളും തൗബകളും ധാരാളമായി നാം നിർവഹിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ സ്വദഖാത്തുകൾ നാം അനുസൃതം നിർവഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മിൽ നിന്നും അല്ലാഹു സ്വീകരിക്കപ്പെടണം. അങ്ങനെ ആ ഒരു പരിശുദ്ധ റമളാനിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഊർജം പകർന്നുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? എങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഫരിഹ ബിഫത്രിഹി ലഖിയ റബ്ബഹു, അവനവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആഹ്ലാദമുണ്ട്, ഒരു നിർഭയത്വമുണ്ട്. ആ ഒരു സന്തോഷത്തിന് വേണ്ടി കഴിഞ്ഞ റമളാനിന്റെ സുദിനങ്ങളിൽ നാം നേടിയെടുത്ത ആത്മീയമായ ഒരു ചൈതന്യം, അത് നിലനിർത്താൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ
ഇഹപര ലോകത്ത് ധന്യമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വഉസ്ലിഫത്തിൽ ജന്നത്ത് ലിൽമുത്തഖീന ഗൈറ ബഈദ്, തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അകലെയല്ലാത്ത വിധത്തിൽ സ്വർഗം അവരുടെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ് എന്ന ആ സ്വർഗത്തിന് വേണ്ടിയാണ് കാലുകൾക്ക് പ്രയാസമുണ്ടായിട്ടും കണ്ണുകൾക്ക് ഉറക്കം ബാധിച്ചിട്ടും ശരീരത്തിന് തളർച്ച സംഭവിച്ചിട്ടും ഖുർആൻ പാരായണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത്തികാഫിരുന്നത്, അതുപോലെ തന്നെ തറാവീഹ് നിസ്കരിച്ചത്, ഖിയാമുൽ ലൈൽ പങ്കെടുത്തത്, ദിക്റുകൾ ചൊല്ലിയത്, സ്വലാത്തുകൾ അധികരിപ്പിച്ചത് എല്ലാം എന്തിനാ പ്രിയപ്പെട്ടവരെ? സ്വർഗമാകുന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്. ആ ലക്ഷ്യം എനിക്കും നിങ്ങൾക്കും നേടാൻ കഴിയണ്ടേ? ഐശ്വര്യ സമ്പൂർണമായ റമളാന്റെ ചൈതന്യം ഉൾക്കൊണ്ട് മരണം വരെ ജീവിതത്തെ മുന്നൊരുക്കത്തോടുകൂടി സഞ്ചരിപ്പിച്ച ആളുകളില്ലേ? അത്തരത്തിലുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹുവിലേക്ക് ഏറ്റവും അധികം അടങ്ങുന്നവനും ജീവിതം കാത്തു സൂക്ഷിക്കുന്നവനുമായ ഏതൊരാൾക്കും അല്ലാഹു നൽകപ്പെട്ട വാഗ്ദാനം എന്താ? സ്വർഗമാകുന്ന വാഗ്ദാനമാണ്. റമളാൻ കഴിയുന്നതോടുകൂടി നമ്മിൽ പലരും പള്ളിവാതിലുകളിൽ നിന്നും അകന്നു പോകുന്ന, ഖുർആനികമായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകന്നു പോകുന്ന പല വിധത്തിലുള്ള സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. അഹ്ലുൽ ഉലമാക്കൾ ഇപ്രകാരം പറഞ്ഞത്, അസ്സൗമു ലൻ യൻതഹി, പ്രിയപ്പെട്ട സഹോദര, പരിശുദ്ധ റമളാനോടുകൂടി നോമ്പുകൾ അവസാനിക്കുന്നില്ല കേട്ടോ. വൽ ഖുർആനു ലൻ യർഹൽ, ഖുർആൻ പരിശുദ്ധ റമളാൻ കഴിഞ്ഞതോടുകൂടി എവിടെയും പോയി ഒളിപ്പിക്കപ്പെട്ടിട്ടില്ല. വസ്സലാത്തു ലൻ തുറക്, അതുപോലെ തന്നെ പരിശുദ്ധ റമളാൻ കഴിഞ്ഞതോടുകൂടി നിസ്കാരത്തിന്റെ ഫളായിലുകൾ, നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ എവിടെയും അവസാനിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. വൽ ഇസ്തിജാബത്തു ലൻ തതവഖഫ്, പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം റമളാൻ കഴിഞ്ഞതോടുകൂടി അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദര. വൽ അജ്റു ലൻ യൻഖതിഅ, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാലും പ്രിയപ്പെട്ട വിശ്വാസികളെ ആ പ്രതിഫലത്തിന് കാരണമാകുന്ന നന്മകൾ ജീവിതത്തിൽ അനുഷ്ഠിക്കാനുണ്ട്. അതിനുള്ള പ്രതിഫലങ്ങൾ നമ്മിൽ നിന്നും മുറിക്കപ്പെട്ടിട്ടില്ല. ഉഅ്ബുദ് റബ്ബക് ഹത്താ യഅതികൽ യഖീൻ, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നിന്റെ മരണം വരെ ഈ കണ്ഠനാളത്തിൽ ഉയരുന്ന അവസാന ശ്വാസം നിൽക്കുന്നത് വരെ ഇബാദാത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട്, അമലുകൾ പ്രവർത്തിച്ചുകൊണ്ട്, ദിക്ർ, ദുആ, സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട്, ചെറുതും വലുതുമായ സദഖാത്തുകൾ ധാരാളമായി നൽകിക്കൊണ്ട് ആ അമലുകൾ നിലനിർത്തണേ എന്ന്. കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയ, നീ അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കുക. നോമ്പ് കാലത്ത് മാത്രം തഖ്വയോടെ, ഈമാനോടെ, ഇഖ്ലാസോടെ ജീവിക്കുന്ന സാഹചര്യമല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, മറിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, നോമ്പാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹുവാണ് എന്നെ കാണുന്നവൻ, അല്ലാഹുവാണ് എന്റെ അമലുകളെ വിലയിരുത്തുന്നവൻ, ഞാൻ ചെയ്യുന്ന അമലുകൾക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നവൻ റബ്ബാണ് എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് സഞ്ചരിക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ റമളാനിലും അല്ലാത്ത സമയത്തും ആ റമളാനിന്റെ ആത്മചൈതന്യം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? വലിതുകബ്ബിറുല്ലാഹ് അലാ മാ ഹദാകും ലഅല്ലകും തഷ്കുറൂൻ, അങ്ങനെയുള്ള ആളുകൾ തക്ബീറുകൾ നടത്താൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടിയാണ് ഈ പെരുന്നാളിന്റെ സുദിനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക എന്നാണ് പടച്ചതമ്പുരാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞ റമളാനിന്റെ സുദിനങ്ങളിൽ നല്ല ഹിദായത്തോടെ സന്മാർഗം ഉൾക്കൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിച്ചവരാണ്. ആ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പ്രിയപ്പെട്ടവരെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ
ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ ആ സന്മാർഗത്തിൽ നിന്നും നീ തെറ്റിച്ചു കളയല്ല റബ്ബേ എന്ന് ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. മാത്രമല്ല, കഴിഞ്ഞ റമളാനിന്റെ രാപ്പകലുകളെ ജീവിപ്പിച്ച മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ അമൽ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തിയ ശേഷം അല്ലാഹുവിങ്കലേക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഞാനിത് ചെയ്തത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് റബ്ബേ, അതുകൊണ്ട് ഞാൻ ചെയ്ത അമലുകൾ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് അല്ലാഹുവിങ്കലേക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ എന്തൊക്കെ രൂപത്തിലുള്ള ആത്മചൈതന്യമാണോ ജീവിതത്തിൽ സ്വീകരിച്ചത്, അത് ഉൾക്കൊണ്ട് ഇനി വരാനിരിക്കുന്ന ദിനങ്ങളിലൂടെ സഞ്ചരിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. പക്ഷേ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക യുവതലമുറ വലിയ അപകടങ്ങളിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വരെ എത്തി മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയാൻ പറ്റുന്ന യുവതലമുറയിലേക്ക് നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവർഗരതിയെ നിയമം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ സന്താനങ്ങൾ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭ്രൂണഹത്യയെ ന്യായീകരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സോഷ്യൽ ഡ്രിങ്ക്സ് എന്ന പേരിൽ മദ്യ പാർട്ടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രണയ വിവാഹങ്ങളും പ്രണയത്തിലൂടെയുള്ള കൊലപാതകങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നിസ്സഹരണത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ 9ലും 10ലും പഠിക്കുന്ന കുട്ടികൾ നാട് വിട്ടുപോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ദുസ്സഹമായ ഒരു ജീവിത യാഥാർത്ഥ്യങ്ങൾ ഞാനും നിങ്ങളും മണക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ സന്താനങ്ങളുണ്ടോ പ്രിയപ്പെട്ടവരെ? അവരെ ഈ പരിശുദ്ധ റമളാനിന്റെ ആത്മചൈതന്യം കൊണ്ട് മോചിപ്പിക്കാൻ, ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മദ്യത്തിന്റെ പിടിയിൽ നിന്നും നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ രക്ഷപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും വിളമ്പാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. ഈ അടുത്ത കാലത്താണ് പ്രിയപ്പെട്ടവരെ കോഴിക്കോട് ജില്ലയിൽ എന്റെയും നിങ്ങളുടെയും ഹൃദയം തകർന്നു പോകുമാറ്, മനസ്സ് നുറുങ്ങിപ്പോകുമാറുള്ള വാർത്തകൾ ഞാൻ നിങ്ങൾ വായിച്ചത്. എന്താ സംഭവം? 16 വയസ്സുള്ള തന്റെ മകനെ ആ ഉമ്മ കഴുത്ത് നെരിച്ചു കൊലപ്പെടുത്തി. പോലീസുകാർ വന്നു. അതിലൊരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അവർ ആ ഉമ്മയോട് ചോദിക്കണം, ഉമ്മ, നിങ്ങളെ കാണുമ്പോ നല്ല ദീനിയായി ജീവിക്കുന്ന ഉമ്മയെ പോലുണ്ട്, എന്തിനാണ് ഉമ്മയുടെ മകനെ സ്വന്തം കൈകൊണ്ട് കൊലപ്പെടുത്തിയത്? ആ ഉമ്മ പറഞ്ഞ വാചകം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളെ ഞെട്ടിപ്പിക്കേണ്ടതുണ്ട്, പ്രയാസപ്പെടുത്തേണ്ടതുണ്ട്. ആ ഉമ്മ പറയാണ്, മരിച്ചു കിടക്കുന്ന ഈ മോനെ ഈ ഗർഭാശയ ഭിത്തിയിലാണ് 8 മാസവും 10 ദിവസവും വേദനകൾ സഹിച്ച് പ്രയാസങ്ങൾ പേറി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഞാൻ നൊന്ത് പ്രസവിച്ചത്. ഈ കിടക്കുന്ന മകന്റെ സ്പേമിൽ നിന്നും ഒരു മകനെയും കൂടി, ഒരു സന്താനത്തെയും കൂടി ഈ ഗർഭാശയ ഭിത്തിയിൽ ചുമക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് ആ ഉമ്മ ആ കോൺസ്റ്റബിളിനോട് പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹരിയുടെ പ്രയാസത്തെ കുറിച്ച് പറഞ്ഞത് അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. തീർച്ചയായും മദ്യം, ലഹരി എല്ലാവിധ നീചവൃത്തികളുടെയും ഉമ്മയായിട്ടാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, മൻ ശരിബഹ, ആരെങ്കിലും ആ മദ്യം ഉപയോഗിച്ചാൽ
ലഹരി ഉപയോഗിച്ചാൽ തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്ന, തന്റെ അമ്മായിയെ വ്യഭിചരിക്കുന്ന, ഉപ്പയുടെ സഹോദരിമാരെ വ്യഭിചരിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകുമെങ്കിൽ കോഴിക്കോട് നടന്ന ആ ഉമ്മയുടെ സംഭവം അതല്ലേ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, ആ ഒരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുന്നുണ്ടോ എങ്കിൽ അവരെ മോചിപ്പിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഇന്ന് ആഘോഷങ്ങൾ അമിതമായ ആഹ്ലാദങ്ങളിലേക്ക് വഴിമാറുന്ന ഒരു കാലഘട്ടം. പണ്ട് കാലങ്ങളിൽ വിഷു വരുമ്പോ, ഓണം വരുമ്പോഴാണ് പടക്കം പൊട്ടുക, ക്രിസ്തുമസിനാണ് പടക്കം പൊട്ടുക. ഇന്നലെ തിരുവീഥികളിൽ, നമ്മുടെ വീടുകളിൽ പടക്കത്തിന്റെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നൃത്തമാടുന്ന യുവ സമൂഹത്തെയാണ് എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, സയഖൂനു ഫി ആഖിരിസ് സമാൻ, തീർച്ചയായും ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഇപ്രകാരം സംഭവിക്കാതിരിക്കുകയില്ല. സംഗീതോപകരണങ്ങൾ അധികരിക്കുന്ന ഒരു കാലഘട്ടം, നർത്തകിമാർ വ്യാപകമാകുന്ന ഒരു കാലഘട്ടം, മദ്യം അനുവദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ആ ഒരു സന്ദർഭത്തിൽ ഭൂകമ്പങ്ങൾ, ചരൽ വർഷങ്ങൾ, രൂപമാറ്റങ്ങൾ ഈ ലോകത്തുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയ ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്നും, പരിശുദ്ധ റമദാനിൽ നിന്ന് നേടിയെടുത്ത ആത്മചൈതന്യം മാറി ചിന്തിക്കാൻ സാധ്യമാകുന്നില്ല എങ്കിൽ പിന്നെ ആ റമദാൻ കൊണ്ട് എന്താണ് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നേടാൻ സാധിച്ചത്? വിശ്വാസികൾ എന്ന നിലക്ക് ഒട്ടനവധി ബാധ്യതകളും കടമകളും നാം ജീവിക്കുന്ന സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ സൗഹാർദ്ദത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള, മുൻഗണന നൽകുന്ന ഒരു വിശുദ്ധ ഇസ്ലാമിനെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിൽ, തഖ്വയിൽ ഒരുമിച്ചുകൊണ്ട്, ഐക്യപ്പെട്ടുകൊണ്ട്, സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മല്ലാ യർഹമന്നാസ ലാ യർഹമുല്ലാഹ്. തീർച്ചയായും ആരാണോ മനുഷ്യരോട് കരുണ കാണിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടും കരുണ കാണിക്കുമെന്നാണ്. ആ കരുണയുടെ വിഷയത്തിൽ മതം ബാധകമല്ല, വിശ്വാസം പ്രശ്നമില്ല, ജാതി പ്രശ്നമില്ല, വർഗം പ്രശ്നമില്ല, സ്ഥലം പ്രശ്നമില്ല, ആരാധന പ്രശ്നമില്ല. മനുഷ്യർ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അവനൊരു ബുദ്ധിമുട്ടുണ്ടോ, അവനൊരു പ്രയാസമുണ്ടോ, അവൻ രോഗിയാണോ, അവൻ സാമ്പത്തികമായ ഞെരുക്കത്തിലാണോ, തകർന്നു പോയ ജീവിത സാഹചര്യമാണോ എങ്കിൽ അവനെ സഹായിക്കേണ്ട ബാധ്യത നമുക്കിടയിൽ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യ സൗഹാർദ്ദമാണ് മത സൗഹാർദ്ദം. ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരു ഹൈന്ദവ സഹോദരനെ വിളിച്ചുകൊണ്ടുവന്ന് നമ്മുടെ പള്ളിയിൽ നിർബന്ധിച്ച് നിസ്കരിപ്പിക്കാൻ സാധിക്കുമോ? പാടുണ്ടോ? ഇല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാനാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സമൂഹത്തിനോട് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന് ദുന്യവയായ ജീവിതത്തിൽ ഏറ്റവും വലിയ ബാധ്യതയുള്ളത് അവനെ സൃഷ്ടിച്ച അവന്റെ റബ്ബിനോടാണ്. അതിനുശേഷം അവന്റെ മാർഗദർശിയായ അല്ലാഹുവിന്റെ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ ദുന്യവയായ ബാധ്യത അവൻ ഈ ദുനിയാവിൽ ജനിക്കാൻ കാരണക്കാരായ അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളോട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ മാതാപിതാക്കൾക്ക് എളിമയുടെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, നന്മയുടെ
ചിറകുകൾ നിങ്ങൾ താഴ്ത്തി കൊടുക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ആ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ ദുർഗന്ധമാണ് ഞാനും നിങ്ങളുമാകുന്ന ജീവിതം, ഞാനും നിങ്ങളും ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ, ഞാനും നിങ്ങളും കഴിക്കുന്ന ഭക്ഷണം, ഞാനും നിങ്ങളും താമസിക്കുന്ന സുന്ദരമായ വീടുകൾ. ആ മാതാപിതാക്കളുടെ കഠിനാധ്വാനത്തിന്റെ വിയർപ്പിന്റെ ദുർഗന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഈദ്ഗാഹിലിരിക്കുന്ന എത്ര മാതാപിതാക്കൾ പഴയ വസ്ത്രങ്ങൾ അലക്കി തേച്ച് വന്നവരുണ്ട്. അവർക്ക് പുതിയ വസ്ത്രങ്ങൾ എടുക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല പ്രിയപ്പെട്ട മക്കളെ, ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങി തന്നവരാ ആ മാതാപിതാക്കൾ. അതുകൊണ്ട് അല്ലാഹു പറയാ, മക്കളെ, ആ മാതാപിതാക്കൾക്ക് അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ദുർഗന്ധം പേറി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന വാപ്പാന്റെ വിയർപ്പിന്റെ ദുർഗന്ധം നമുക്ക് പ്രയാസമായി തോന്നിയിട്ടുണ്ടോ? മോനെ, ആ വാപ്പാന്റെ ദുർഗന്ധമാടാ നീ ഉടുത്തിരിക്കുന്ന വസ്ത്രം, നീ കഴിക്കുന്ന മാധുര്യമുള്ള ഭക്ഷണം, ആ വാപ്പാന്റെ വിയർപ്പിന്റെ ദുർഗന്ധമാ. നീ താമസിക്കുന്ന വീട് ആ വാപ്പാന്റെ അധ്വാനത്തിന്റെ ഫല. പോലെ ആ വാപ്പ മരിച്ചു കിടക്കുമ്പോ ആ വാപ്പാന്റെ കാലിന്റെ അടുത്ത് പോയിട്ട് ആ കാലിന്റെ അടിഭാഗം ഒന്ന് നോക്ക് മോനെ. വെയിലില്ല, മഴയില്ല, ചൂടില്ല, എല്ലാവിധ പൊടിപടലങ്ങളെയും തരണം ചെയ്ത്, കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്ത്, വെയിൽ കൊണ്ട്, പൊടി കൊണ്ട്, മഴ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ അധ്വാനത്തിന്റെ ഫലം ആ വാപ്പാന്റെ കാലിന്റെ ചുവട്ടിൽ ഉണ്ടാകും. പോലെ തഴമ്പുണ്ടാകും. ആ തഴമ്പ് പൊട്ടിപ്പോയിട്ടുണ്ടാകും. ആ പൊട്ടിപ്പോയ തഴമ്പുകളിൽ മുറിവുകൾ ഉണ്ടാകും. മോനെ, ചിലപ്പോ ചെലവും നീരും ഇങ്ങനെ ചുറ്റി ഒഴുകുന്നുണ്ടാകും. മോനെ, അതാണ് നിന്റെ വാപ്പ. നിന്റെ ഉമ്മാന്റെ കൈ കണ്ടിട്ടില്ല മോനെ. ഈ അടുത്ത സമയത്തല്ല ഒരു മോന് ഉമ്മ മരിച്ചു കിടക്ക, ഉമ്മാന്റെ കൈ ഇങ്ങനെ പിടിച്ച് തലോടിയപ്പോൾ ആ കൈകളിൽ മുഴുവനും വലിയ വലിയ അടയാളങ്ങൾ. എന്താ പ്രിയപ്പെട്ടവരെ, പൊന്നുമക്കളെ, ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മൾ വരുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ ഉമ്മ പച്ചക്കറികൾ അരിഞ്ഞപ്പോ, ഭക്ഷണം പാചകം ചെയ്തപ്പോൾ കത്തികൾ ആ ഉമ്മയുടെ കയ്യിൽ കൊണ്ടിട്ടുണ്ട് മോനെ. ആ കയ്യിൽ മുറിവുകൾ പറ്റിയിട്ടുണ്ട് മോനെ. ആ കയ്യിൽ നിന്നും രക്തം വാർന്നൊഴുകിയിട്ടുണ്ട് മോനെ. ആ രക്തം വാർന്നൊഴുകുമ്പോ ആ ഉമ്മ ഒരു തുണിശീല കൊണ്ട് കെട്ടി, എന്റെ മക്കൾ വരുമ്പോഴേക്കും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിയവരാണ് നമ്മുടെ ഉമ്മമാർ. ആ ഉമ്മമാരുടെ സ്നേഹം വിസ്മരിക്കല്ല മക്കളെ. അല്ലാഹു പറയാ, എളിമയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, നന്മയുടെ ചിറകുകൾ ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ വിരിച്ചു കൊടുക്കണേ എന്ന് മക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, കരയുന്ന കണ്ണുകളോട്, വിറക്കുന്ന കൈകളോട്, പിടക്കുന്ന ഹൃദയത്തോടെ ആ മാതാപിതാക്കളുടെ മഅഫിറത്തിന് വേണ്ടി, ആ മാതാപിതാക്കളുടെ മർഹമത്തിന് വേണ്ടി, ആ മാതാപിതാക്കളുടെ ദീർഘായുസ്സിന് വേണ്ടി, ആ മാതാപിതാക്കളുടെ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ, എനിക്ക് നിങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മാതാപിതാക്കളോടുള്ള ബാധ്യത കഴിഞ്ഞാൽ കുടുംബത്തിനോട് എനിക്ക് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹബ്ബ അയ്യുബസത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അത്രിഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആരെങ്കിലും തന്റെ മഈശത്തിൽ, തന്റെ റിസ്ഖിൽ, ഉപജീവന മാർഗത്തിൽ വിശാലത ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ദീർഘായുസ് ഉണ്ടാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, എങ്കിൽ അവരവന്റെ കുടുംബ ബന്ധത്തെ പാലിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഈദുൽ ഫിത്തറിന്റെ സന്തോഷത്തിന്റെ ദിനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്കിൽ കുടുംബ ബന്ധങ്ങൾ സന്ദർശിക്കാൻ, ആ കുടുംബ ബന്ധത്തിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഈ ദിനത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്ക് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ലഭിക്കുന്ന നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് നിങ്ങൾക്കും വിലപിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, എന്റെ കഷ്ടമേ, എന്റെ നാശമേ, ഇന്നാളെ ഞാൻ എന്റെ സുഹൃത്തായി, കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ഒരു സന്ദർഭം
പരലോക സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ആരാരും സഹായിക്കപ്പെടാത്ത, ആരിനാലും ആശ്വാസം നൽകപ്പെടാത്ത, സമാധാനമേകാനില്ലാത്ത പരലോക സന്നിധിയിൽ ഖേദം പ്രകടിപ്പിക്കുന്നതിന് പകരം നമുക്ക് ദുനിയാവിൽ വഴികാട്ടിയാകുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന നല്ല കൂട്ടുകെട്ടുകൾ സമ്മാനിക്കുന്ന ഒരു സുഹൃത്ത് വലയത്തെ സൃഷ്ടിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ അള്ളാഹുവിങ്കലേക്ക് സന്തോഷത്തോടുകൂടി പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നാണ് അള്ളാഹു എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെയുള്ള ബാധ്യത നമ്മുടെ സഹധർമ്മിണിയായ നമ്മെ മാത്രം വിശ്വസിച്ച് അള്ളാഹുവിന്റെ മീസാഖുൽ മദീന എന്ന ദൃഢമായ കരാറിന്റെ പേരിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന നമ്മുടെ ഭാര്യമാരോട് നമുക്ക് കടമയുണ്ട്, ബാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ അവരോട് ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ മജ്ജയും മാംസവും വികാര വിചാരങ്ങളുള്ള, സങ്കടങ്ങളുള്ള, സന്തോഷങ്ങളുള്ള അതേ ജീവിവർഗമാണ് നമ്മുടെ ഭാര്യയും. അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഏറ്റവും നല്ല ഭാര്യ ആരാ? മരണപ്പെടുമ്പോ ഭർത്താവിന്റെ സംതൃപ്തി നേടിയിട്ടുള്ള, ഭർത്താവിന്റെ സ്നേഹവാലയങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരാളുണ്ടല്ലോ, അവളാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പെൺകുട്ടികൾ നമുക്കുള്ള സ്വർഗമാണ്, നമുക്കുള്ള സന്തോഷമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. വൈദാ ബുശ്ശിറ അഹദഹും ബിൽ ഉൻസാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പെൺകുട്ടികൾ ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് സന്തോഷമാണ് എന്നാണ്. അത് മുഖം കറുപ്പിക്കേണ്ട, മനസ്സ് വിഷമിപ്പിക്കേണ്ട ഒന്നല്ല. അതുപോലെ തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ നാം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത നമ്മുടെ അയൽവാസികളോടുള്ള ബാധ്യതയാണ്. ആ അയൽവാസികളുടെ മതമോ ജാതിയോ വിഭാഗമോ വർഗമോ ഗോത്രമോ വിശ്വാസമോ ഒന്നും നമുക്ക് തടസ്സമാകാൻ പാടില്ല. ആ അയൽവാസികൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നാം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ റമദാനിലൂടെ നേടിയെടുത്ത ആ ഒരു ആത്മചൈതന്യം ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ 3 സൽസ്വഭാവത്തിന്റെ ഗുണങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, തസ്സിലു മൻ ഖതഅക്, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവൻ ആരാണോ അവനോട് അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കണം. അവനാണ് നിന്നോട് തെറ്റ് ചെയ്തതെങ്കിലും, അവനാണ് നിന്നെ ഉപദ്രവിച്ചതെങ്കിലും, നിന്നെ പ്രയാസപ്പെടുത്തിയതെങ്കിലും, നിന്റെ കച്ചവടം നഷ്ടപ്പെടുത്താൻ കാരണമെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നീ അങ്ങോട്ട് ചെന്ന് അവനോട് സലാം പറയണം. രണ്ടാമത്തെ സൽസ്വഭാവത്തിന്റെ ഗുണം, നിന്നെ ഉപദ്രവിച്ച, നിന്നെ പ്രയാസപ്പെടുത്തിയ, നിന്നെ വേദനിപ്പിച്ച, നിന്നെ കരയിപ്പിച്ച, നിന്നെ ഉന്മൂലനം ചെയ്യാൻ പണിയെടുത്ത ആരൊക്കെയുണ്ടോ അവർക്ക് നീ മാപ്പ് കൊടുക്കണമെന്ന് പ്രവാചകൻ പറയാ. മൂന്നാമത്തെ സൽസ്വഭാവം, നിന്നെ സഹായിക്കാത്ത, നിനക്ക് സ്വതക്ക തരാത്ത ആളുകൾക്ക് നീ അങ്ങോട്ട് സ്വതക്ക കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കഴിഞ്ഞ റമദാനിലെ പുണ്യാർദ്രമായ സുദിനങ്ങൾ ഈ 3 സൽസ്വഭാവത്തിന്റെ മഹിതമായ സന്ദേശം ഉൾക്കൊള്ളാൻ എന്നെയും നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മാപ്പ് കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കോ? പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകൾ സൈനബ റളിയല്ലാഹു അൻഹയെ അബൂ സുഫിയാന്റെ മകനാണ് കല്യാണം കഴിച്ചത്. മക്കയിൽ നിന്ന് കൊണ്ടുവരാൻ പ്രവാചകൻ ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ ആ സ്വഹാബി പോയി. ആ സ്വഹാബി പൂർണ്ണ ഗർഭിണിയായിരുന്ന സൈനബ റളിയല്ലാഹു അൻഹയെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് മദീനയിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ മദീനയിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഹിന്ദിന്റെ ഭൃത്യനായിരുന്ന, അടിമയായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മഹദിയായ സൈനബ റളിയല്ലാഹു അൻഹ സഞ്ചരിച്ചിരുന്ന ആ ഒരു ഒട്ടകത്തിന്റെ പുറത്തു പോയി ഒരൊറ്റ ചവിട്ട് മഹദിയായ സൈനബ റളിയല്ലാഹു അൻഹ നിലത്തേക്ക് വീണു. പ്രിയപ്പെട്ടവരെ, ആ വീഴ്ചയിലാണ് പിന്നീട് മഹദിയായ സൈനബ റളിയല്ലാഹു അൻഹ മരണപ്പെടാൻ കാരണമായത്.
അള്ളാഹുവിന്റെ ഹബീബിനുണ്ടായ വേദന എത്രയാ. തന്റെ മകൾ മരണപ്പെടാൻ കാരണമായ ഹുബ്ബാർ ബിൻ അസ്വദ് എന്ന മനുഷ്യൻ മക്കം ഫതഹിന്റെ ദിവസം പ്രവാചകന്റെ മുമ്പിൽ ഇസ്ലാം സ്വീകരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ആരാ നിൽക്കുന്നത്? സ്വന്തം മകളെ കൊലപ്പെടുത്താൻ കാരണക്കാരൻ, പേരക്കുട്ടി മരിക്കാൻ കാരണക്കാരൻ ഹുബ്ബാർ ബിൻ അസ്വദ് പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുകയാ. ഏത് വിധത്തിലും പ്രതികാരം ചെയ്യാൻ അവസരമുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുബ്ബാർ ബിൻ അസ്വദിന് മാപ്പ് നൽകുന്ന വിധമുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ പറയാ, വതഅഫു അമ്മൻ ളലമക്. ഈദുൽ ഫിത്റിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളില്ലേ, അവരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? സലാം പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഈദ്ഗാഹിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവരോട് സലാം പറയണം. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആ നന്മയിൽ ഏർപ്പെടാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ആ ആരാധനയുടെ കൂടെ അള്ളാഹുവിനോട് അടിയുറച്ച തവക്കലുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യത. മയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നത് തീർച്ചയായും ആ മനുഷ്യൻ അള്ളാഹു ധാരാളമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ലേ, വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിട്ടും ശരീരം ദുർബലമായിട്ടും പ്രസവിക്കാൻ തന്റെ ഭാര്യക്ക് ഇനി ശാരീരികമായ ശേഷിയില്ല എന്നറിഞ്ഞിട്ടും മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, എന്റെ റബ്ബേ, എന്റെ മുടികൾ നിരച്ച് വെളുത്തു പോയിരിക്കുന്ന റബ്ബേ, ശരീരം തളർന്നു പോയിരിക്കുന്ന റബ്ബേ, എന്റെ ഭാര്യ പ്രസവിക്കാനാവാത്ത വന്ധ്യയായിരിക്കുന്ന റബ്ബേ. എന്നിട്ടും മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്, വലം അകും ബിദുആയിക റബ്ബി ശഖിയ. നിന്നോട് പ്രാർത്ഥിച്ചിട്ട്, നിന്നോട് എന്റെ സങ്കടം പറഞ്ഞിട്ട് എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല, എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിങ്കലേക്ക് അടിയുറച്ച തവക്കുൽ രേഖപ്പെടുത്തിയപ്പോൾ, യാ യഹ്യ, എന്തൊരു മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാമക്ക് ആ തവക്കുലിന്റെ പേരിൽ അല്ലാഹു സമ്മാനമായി നൽകിയെങ്കിൽ നമുക്ക് സങ്കടമുണ്ടോ പ്രിയപ്പെട്ടവരെ? തിരിച്ചറിയാനാവാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണോ? റബ്ബിങ്കലേക്ക് തവക്കുൽ ചെയ്തോ, പരിഹാരമുണ്ട്. ആ റബ്ബിന്റെ സഹായം ഏത് നിമിഷവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ, പ്രച്ചവരെ, ഞാനൊരു പ്രയാസത്തിലകപ്പെട്ടിരിക്കുന്നു റബ്ബേ, ഈ പ്രയാസത്തിൽ രക്ഷപ്പെടുത്തണേ എന്ന് യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിങ്കലേക്ക് കൈകൾ ഉയർത്തിയപ്പോൾ റബ്ബിന്റെ സഹായം ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ആ സഹായം ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ആ റബ്ബിങ്കലേക്ക് തവക്കുൽ ചെയ്തോ, റബ്ബിൽ നിന്നും സഹായം ഉണ്ടാകും. മഹാനായ മൂസാ അലൈഹിസ്സലാമയും അദ്ദേഹത്തിൽ വിശ്വാസം രേഖപ്പെടുത്തിയ അനുയായികൾ ആർത്തിരമ്പുന്ന ചെങ്കടലിന്റെ മുമ്പിൽ പിന്നിൽ ആയുധങ്ങൾ ഏറ്റുമുട്ടി നിൽക്കുന്ന മിന്നൽ പിണറുകൾ തീർക്കപ്പെടുന്ന ഫറോവയുടെ കിങ്കരന്മാരടികളിൽപ്പെട്ടുകൊണ്ട് മഹാനായ മൂസാ അലൈഹിസ്സലാമയുടെ ഉമ്മത്ത് മൂസാ നബിയോട് ചോദിച്ചില്ലേ, അല്ല മൂസാ, മതാ റസൂലുള്ളാഹ്, ഇനി എപ്പോഴാ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? മഹാനായ മൂസാ അലൈഹിസ്സലാം നിരാശപ്പെട്ട പ്രിയപ്പെട്ടവരെ, സങ്കടപ്പെട്ട പ്രിയപ്പെട്ടവരെ, തളർന്നുപോയ പ്രിയപ്പെട്ടവരെ, ഇല്ല, കല്ലാ ഇന്നമ റബ്ബി സയഹ്ദീൻ. ഈ ആർത്തിരമ്പുന്ന തിരമാലകൾ ഉൾക്കൊള്ളുന്ന ചെങ്കടലെ മുറിച്ചു കടക്കാനുള്ള മാർഗം എന്റെ റബ്ബ് എനിക്ക് തരും എന്ന അടിയുറച്ച തവക്കുൽ എനിക്ക് നിങ്ങൾക്കുമുണ്ട് പ്രിയപ്പെട്ടവരെ. എങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. ശരീരമൊന്നും അനങ്ങാൻ കഴിയാതെ രോഗാവസ്ഥയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം നിരാശപ്പെട്ടില്ല, തളർന്നു പോയില്ല, ആരോടും പരിഭവങ്ങൾ പറഞ്ഞില്ല, പരാതികൾ പറഞ്ഞില്ല. അർഹമുർ റഹീമായ റബ്ബിങ്കലേക്ക് കൈകൾ ഉയർത്തിയിട്ട് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, പഠിച്ചവരെ, ഞാൻ ദുർറിലകപ്പെട്ടിട്ടുണ്ട്, നീയാണ് അർഹമുർ റഹീമായ തമ്പുരാൻ, നീ ശിഫയാക്കണേ എന്ന് പറഞ്ഞപ്പോ 18 കൊല്ലങ്ങൾക്കിപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിച്ച് ആ തവക്കുൽ കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് ശിഫ പ്രദാനം ചെയ്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും റബ്ബ് ആ തവക്കുൽ സ്വീകരിക്കും, അതിന് ഉത്തരം തരും. എന്ത് വേണം? നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നേർച്ച
വഴിപാടുകൾ, നമ്മുടെ സാഷ്ടാംഗങ്ങൾ, നമ്മുടെ സഹായത്തേട്ടങ്ങൾ ആരിലേക്ക് മാത്രമായിരിക്കണം? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു പ്രയാസത്തിലും ആ റബ്ബിങ്കലേക്ക് ആരാധനയുമായി ബന്ധപ്പെടാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്തെങ്കിലും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു ദൃഢമായ യഖീൻ, തവക്കുൽ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ആ ഒരു രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഈ പരിശുദ്ധമായ റമളാനിന്റെ സുദിനങ്ങളിൽ നിന്ന് നേടിയെടുത്ത ആത്മചൈതന്യം ഉൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഈ സന്തോഷത്തിന്റെ സുദിനങ്ങളിൽ ബന്ധങ്ങളെയും കടപ്പാടുകളെയും ബാധ്യതകളെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരത്തിലുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ മിഡിൽ ഈസ്റ്റിൽ പ്രയാസമായ ബുദ്ധിമുട്ടുകൾ ഉൾക്കൊള്ളുന്ന അശാന്തമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക്, ആ ഇമാറാത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള താക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.